സത്യമേ, സത്യമേ, നമുക്ക് BP ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ് അതെ, സത്യമയുടെ ഈ സമയത്തെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ആശങ്കപ്പെടാനൊന്നും ഇല്ലെങ്കിലും സത്യാമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് BP ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ. സൂചി കൊണ്ട് എടുക്കേണ്ടത് പിന്നെ തൂമ്പ കൊണ്ട് എടുക്കണ്ടല്ലോ. ഞാൻ കാരണമല്ലേ വിഷ്ണുവേട്ടൻ ഈ അവസ്ഥയിലായത്. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. 6 വർഷം കഴിഞ്ഞ് ഇത്രയും ദൂരം ഓടി വന്നിട്ടും കൺമുന്നിലേക്കൊന്നും വരാൻ പോലും എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ വിഷ്ണുവേട്ട. എന്തൊരു ദുർവിധി എൻ്റേത്. എത്രയും പെട്ടെന്ന് സുഖമായി വീട്ടിൽ പോണേ വിഷ്ണുവേട്ട. അല്ലെങ്കിൽ എൻ്റെ നെഞ്ചിലെ തീ അടങ്ങില്ല. ഞാൻ തൊട്ട വിഷ്ണുവേട്ടൻ അറിയും. വേണ്ട, അങ്ങനെ ഒരു സാഹസത്തിന് മുതിരണ്ട. കുഴപ്പമൊന്നുമില്ല, BP നോർമലാ. ഹലോ, അതെ. സത്യമേ, ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. അയ്യോ, വിഷ്ണു ഉണർന്നിട്ടുണ്ടാവോ ആവോ? അടുത്ത ആരുമില്ല.
അയ്യോ, സത്യമ്മ ഇപ്പൊ വരും. കുഴപ്പമാവില്ല ഈശ്വര. സത്യമേ, പൾസൂടി ഒന്ന് നോക്കണമായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ. ആരോഗ്യാവസ്ഥയൊക്കെ ഇപ്പൊ ഭേദപ്പെട്ട നിലയിലാ. ഞാൻ പോയി വരാം വിഷ്ണുട്ട. നിൽക്കാൻ നിവൃത്തിയില്ല. സത്യാമ്മ ഒരു ടോട്ടൽ ബോഡി ചെക്കപ്പ് ചെയ്യണമെന്ന എൻ്റെ ഒരു അഭിപ്രായം. ഈ ആഴ്ച ഞാൻ സമയം കണ്ടെത്തി വരാം ഡോക്ടർ. ഇപ്പൊ വേണമെന്നില്ല. സത്യാമ്മ ഫോണിങ് തരൂ, ഞാനൊരു നമ്പർ തരാം, അതിലേക്ക് വിളിച്ചാൽ മതി. Charlie! 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 വിഷ്ണു, എടി മോനെ. ചാർലി വന്നിരുന്നു. എവിടെ? ഇവിടെ വന്നിരുന്നു. ഇവിടെയോ? എടി, ഇവിടെ ആരും വന്നിട്ടില്ല. ഇവിടെ വന്നിരുന്നു. എടാ മോനെ, വിഷ്ണു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ആരും വന്നിട്ടില്ല. ഒന്നും എനിക്കറിയാം. വിഷ്ണു, ഞങ്ങളൊക്കെ ഈ റൂമിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ആരും വന്നിട്ടില്ല. എനിക്കറിയാലോ വന്നിരുന്നു. അയാളിവിടെ എവിടെയുണ്ട്? വിഷ്ണു, നീ എന്തായി കാട്ടുന്നേ? പനി കൂടി നിനക്ക് എന്തോ മതിഭ്രമം തോന്നുന്നതാ. എന്തിനാണ് നീ ഇങ്ങനെ അമ്മയിട്ട് സങ്കടപ്പെടുത്തുന്നത്?
സമയത്തിന് ആഹാരം കഴിക്കാതെ ഉറങ്ങാതെ നിനക്കിത് എന്തിന്റെ കുഴപ്പം? സത്യാമ്മേ, വിഷ്ണു, പനി അളവി കൂടിയ ഇങ്ങനെ ചില ഹാലൂസിനേഷൻസ് ഒക്കെ തോന്നും. ഇല്ലാത്ത കാര്യങ്ങളും ആൾക്കാരെയൊക്കെ മുന്നിൽ കാണും. തലച്ചോറിന്റെ പ്രവർത്തനത്തിലുണ്ടാവുന്ന ഒരു താളപ്പിഴയാ അത്. ടേക്ക് ഇറ്റ് ഈസി. ഇപ്പൊ വിഷ്ണു ചെയ്യേണ്ടത് നന്നായി റെസ്റ്റ് എടുക്കുക. കണ്ണടച്ചു കിടന്നോ. വേറൊന്നിനെയും ആരെയും പറ്റി ആലോചിക്കണ്ട. കിടക്ക. എടാ മോനെ, നീ കിടക്ക്. കിടക്ക് വിഷ്ണു. കിടക്കട. സത്യമ്മ വാ, ഡിസ്റ്റർബ് ചെയ്യണ്ട. സത്യമേ, ഇങ്ങ് പോരും. നീ വന്നിരുന്നു ശാലിനി. എനിക്കറിയാം, എനിക്കുറപ്പുണ്ട്. കഴിക്കണം കേട്ടോ. സത്യ, സത്യേ, നീ വിളിക്കാന്ന് പറഞ്ഞ വിളിച്ചില്ലല്ലോ. എന്താ പറ്റി? ഞാൻ മറന്നുപോയി സത്യേ. ഞാൻ ഭക്ഷണം കഴിക്കുമായിരുന്നു. സാരമില്ല. നിന്റെ വല്യച്ഛന് പനി എങ്ങനെയുണ്ട്? കുറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്നു. മോളെ, ഫോണും തന്നെ. പപ്പി, ഞാൻ അമ്മയുടെ കൊടുക്കാം. നീയും നിന്റെ അമ്മയുടെ കൊടുക്ക്. അവരമ്മമാര് തമ്മിൽ സംസാരിക്കട്ടെ. ശരി. അമ്മേ, ഇത് സത്യയുടെ അമ്മയാ. കുഞ്ഞേച്ചി. കുഞ്ഞേച്ചിയോ? സത്യയുടെ അമ്മ അമ്മയുടെ ചേച്ചിയാ? പറയമ്മേ, സത്യയുടെ അമ്മ അമ്മയുടെ ചേച്ചിയാണോ? എന്നിട്ടിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എന്താ അമ്മ ഫോൺ വാങ്ങിയിട്ടൊന്നും മിണ്ടാത്തത്? പപ്പിയുടെ അമ്മ എന്നെ സംസാരിച്ചോണ്ടിരിക്ക. അതെ മോളെ, വാ തോരാതെ സംസാരിച്ചോണ്ടിരിക്കാൻ. എന്താ അമ്മ മറുപടി ഒന്നും പറയാത്തത്? അതുമോളെ, എന്നെക്കാളും മൂത്ത ആളായതുകൊണ്ട് ചേച്ചിന്ന് വിളിച്ചതാ. ഓ, അതാണോ? പക്ഷെ അമ്മേ, മൂത്താളെ ചേച്ചിന്നല്ലേ വിളിക്കേണ്ടത്? എന്തിനാ കുഞ്ഞേച്ചിന്ന്? കുഞ്ഞേച്ചിന്ന് വിളിക്കണമെങ്കിൽ വലിയേച്ചി വേറെ ഉണ്ടോ? പറയമ്മേ. അല്ല, അതിനിവിടെ ആരാ കുഞ്ഞേച്ചിന്ന് വിളിച്ചേ? പറഞ്ഞോ ചേച്ചിന്നാ ഞാൻ പറഞ്ഞേ. പെട്ടെന്ന് പറഞ്ഞപ്പോ അത് പറഞ്ഞോ ചേച്ചിന്നായിപ്പോയി. അതാ മോള് കുഞ്ഞേച്ചിന്ന് തെറ്റി കേട്ടത്. ഓ, അങ്ങനെയാണല്ലേ. അല്ലാതെ പിന്നെ അമ്മ സത്യയുടെ അമ്മയെ കുഞ്ഞേച്ചിന്ന് വിളിക്കുന്നത് എന്തിനാ?
ഒരു സംശയം കൂടി. അമ്മ സത്യയുടെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ. പിന്നെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായത് അമ്മയെക്കാളും മൂത്താണെന്ന്? അമ്പലം. ആ, അന്ന് ഞാൻ അമ്പലത്തിൽ വെച്ച് സത്യയുടെ അമ്മയെ കണ്ടിട്ടുണ്ടല്ലോ. എപ്പോ? സത്യയുടെ കൂടെ അമ്മയെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. സത്യയുടെ അമ്മയല്ലേ മോള് വീണപ്പോ എടുത്തതും മണിയടിക്കാൻ സഹായിച്ചതും ഒക്കെ. ഓ, അമ്മമ്മ കണ്ടിരുന്നല്ലേ. ഇനി സംശയമൊന്നുമില്ലല്ലോ. ഞാൻ സത്യയുടെ അമ്മയോടൊന്ന് സംസാരിച്ചോട്ടെ. പറഞ്ഞോ. പനി എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇപ്പൊ ചെറിയ ജലദോഷമേ ഉള്ളൂ. നോക്കിക്കോണേ, പനി വരുന്നവർക്ക് ആഹാരത്തോട് വലിയ താല്പര്യം കാണില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോണം. എന്നാ ഞാൻ വെക്കട്ടെ. അയ്യോ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല. കുട്ടികൾക്ക് തമ്മിൽ സംസാരിക്കണമെന്ന്. സത്യക്ക് എന്തോ സംസാരിക്കണോന്ന്. സംസാരിച്ചു കഴിഞ്ഞ് വന്നേക്കണേ. അമ്മ ഭക്ഷണം എടുത്ത് വെക്കാം. പറഞ്ഞോ സത്യേ. അവിടെ എന്താ സീൻ? ഇവിടെ ആകെ ശോക സത്യേ. അച്ഛൻ മുട്ടും അടുക്കുന്നില്ല. വല്യച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നുള്ള വാശി തന്നെയോ? ഒരു ദുരന്തമാണല്ലോടി നിന്റെ അച്ഛമ്മ. നീ ഇതിനൊരു പോംവഴി പറയ് സത്യേ. എന്തിന്? കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. വല്യച്ഛന് പനി വന്ന തന്നെ ചേച്ചിയമ്മയെ ഓർത്തുള്ള സങ്കടത്തിലാ. പ്രശ്നം തീർണമെങ്കിൽ നിന്റെ ചേച്ചിയമ്മ തിരിച്ചു വരാൻ നിന്റെ അച്ഛമ്മ സമ്മതിക്കണം. അതെ, അതിനുള്ള വഴി പറഞ്ഞു തരാനാ നിന്നോട് പറഞ്ഞത്. ഞാനോ? വല്യച്ഛനെ കല്യാണം മുടക്കാനുള്ള ജ്യൂസ് പ്ലാൻ നിന്റെ ആയിരുന്നല്ലോ. അത് വർക്കൗട്ടായി. നീ വിചാരിച്ച ഇതും നടക്കും. പ്ലീസ് സത്യേ. ആ, ഒരു വഴിയുണ്ട്. എന്നാ പിന്നെ പറ. താങ്ക്സ് സത്യേ. ഇത് ഉറപ്പായും വർക്കൗട്ട് ആവും. അപ്പൊ അങ്ങനെ തിരികെ ചേച്ചിയമ്മ വീട്ടിൽ. വല്യച്ഛൻ ഹാപ്പി. അതെ, എന്നാ ഞാൻ വെച്ചോട്ടെ. നാളെ സ്കൂളിൽ കാണാം. ശരി. അപ്പൊ അത് വർക്കൗട്ട് ആവും. അകലെയോ വിടത് പോയി. ആഹാ, പപ്പിമോൾ ഇവിടെ വന്നിരിക്കുക. ഇത് ആർക്കാ അമ്മേ? നിന്റെ വല്യച്ഛനാ മോളെ. ആ, പൊന്നി വന്ന് വിളിച്ചപ്പോ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. പനി കഴിഞ്ഞതല്ലേ ഉള്ളൂ. വെറും വയറ്റിൽ കിടന്നുറങ്ങണ്ടെന്ന് കരുതി ഞാനിങ്ങോട്ട് കൊണ്ടുവന്നതാ. അമ്മ ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാം. അമ്മ നിക്ക്. ഇങ്ങടാ അമ്മേ, ഇങ്ങടാ. ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ വിഷ്ണു അച്ഛനെ. സൂക്ഷിച്ചു കൊണ്ടുപോണേ മോളെ. ആ